إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلوات ربي وسلامه عليه وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും അവന്റെ വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവിടാതെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചു. ഇതാ അവരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനിൽ പറയുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാം നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന്? ഒരു ഉപകാരവുമില്ലാതെ ദുനിയാവിന്റെ കണ്ണിഞ്ചിപ്പിക്കുന്ന പളപളപ്പുകളിൽ മുഴുകി ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സൂറത്തു ദാരിയാത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. എന്നെ ആരാധിക്കാൻ മാത്രമാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാം അവനെ മാത്രം ആരാധിച്ചത് കൊണ്ട് ഒരു ഉപകാരവും അതല്ലെങ്കിൽ ലഭിക്കാനില്ല. അവിടുന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഹദീസുൽ ഖുദ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽകി ശൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിൽപ്പെട്ട മനുഷ്യരും ജിന്നുകളും എല്ലാം ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാവരെയും എടുത്തു നോക്കുക. കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ, അവരെല്ലാം മോശപ്പെട്ട ഹൃദയത്തിനുടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് ജീവിക്കുന്ന, അവനിൽ പങ്കുചേർക്കുന്ന ആളുകളാണെന്ന് കരുതിയാൽ മാ നഖസ ദാലിക മിൻ മുൽകി ശൈഅ, അതൊന്നും എന്റെ ആധിപത്യത്തിൽ നിന്നൊന്നും തന്നെ കുറക്കുകയില്ല. നേരെ മറിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ? നമ്മുടെ പരലോകം നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തുകളെല്ലാം ചൊരിഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അത് പഠിപ്പിച്ചു തരുന്നത്, പ്രവാചകന്മാരെ നിയോഗിച്ചത് അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാനാണ് സഹോദരങ്ങളെ, ഈ തൗഹീദിലേക്കാണ്, ഈ ഒരു ആശയത്തിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാശയത്തിലേക്കാണ് സകല പ്രവാചകന്മാരും നമ്മെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സമൂഹങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഇദാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ആദ്യമായി പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനായി മറ്റാരും തന്നെ ഇല്ല. ഇദാ ഹൂദ് അലൈഹിസ്സലാം ആദ് സമുദായത്തോട് പറയുകയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾക്ക് അവനല്ലാതെ ആരാധ്യനായി മറ്റാരും തന്നെ ഇല്ല. ഇദാ സമൂദിലേക്ക് നിയോഗിക്കപ്പെട്ട സാലിഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയെ വിളിക്കുകയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ്
മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സഹോദരങ്ങളെ, എല്ലാ പ്രവാചകന്മാരും അവരിലേക്കല്ല വിളിക്കുന്നത്, നേരെ മറിച്ച് അല്ലാഹുവിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ വിളിക്കുന്നു, ഇഅ്ബുദുല്ലാഹ വത്തഖൂഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇദാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വിളിക്കുന്നു, യാ ബനി ഇസ്രായീൽ ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, അല്ലയോ ബനു ഇസ്രായേലിയരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം. നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, എന്നെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, എനിക്ക് ഉപജീവനം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയുന്നുണ്ട്. ശേഷം പറയുകയാണ്, ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ വമഅവാഹുൻ നാർ. ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്തോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം നിഷിദ്ധമായിരിക്കും, നരകമായിരിക്കും അവന്റെ ശാശ്വത ഗേഹം എന്ന് അല്ലാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായീലിനോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, എല്ലാ പ്രവാചകന്മാരും അവർ വിളിച്ചത് ഈ തൗഹീദിലേക്കാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഇതാ സകല പ്രവാചകന്മാരെയും നാം നിയോഗിച്ചു. എന്തൊരു വഹയാണ് നാം അവർക്ക് നൽകിയത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇതാ സകല സമുദായങ്ങളിലേക്കും നാം റസൂലിനെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു മാത്രം ആരാധിക്കപ്പെടണം, അവനല്ലാതെ അവന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെല്ലാം വെടിയണം എന്നുള്ള ഒരാശയവുമായിട്ട്. സഹോദരങ്ങളെ, ഈ ഒരാശയം, ഈ തൗഹീദിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് നിലകൊണ്ടിരുന്നത്. ഇതാ ഒരിക്കൽ അംർ ഇബ്നു അസബ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ബിമ അർസലക അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളെ എന്ത് ഒരാശയത്തിലാണ്, അതല്ലെങ്കിൽ താങ്കൾ എന്ത് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി, വകശ്ഫിൽ ഔസാൻ, അതല്ലെങ്കിൽ വകസ്രിൽ ഔസാൻ, വിഗ്രഹങ്ങൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ, അതിനെ തകർത്തു കളയാൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൗഹീദോടുകൂടി അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാൻ. സഹോദരങ്ങളെ, ഈ ഒരു ആശയമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിന്റെ അടിസ്ഥാനം. അവിടുന്ന് ഒന്നാമതായി ജനങ്ങളെ ക്ഷണിച്ചത്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊരാശയത്തിലേക്കായിരുന്നു. ഇതാ ഖുർആനിൽ ഒന്നാമതായി വന്നിട്ടുള്ള കൽപ്പന, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നുള്ള കൽപ്പനകളാണ്. പ്രവാചകന്മാരാകട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, എല്ലാവരും അവരുടെ സമുദായത്തിന് ഒന്നാമത് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും തൗഹീദിന്റെ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെടാൻ പാടുള്ളതല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് വിജയം കരസ്ഥമാക്കണോ, നമുക്ക് തൗഹീദ് ഇല്ലാതെ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്നേ ദിവസം ഖിയാമത്ത് നാളിൽ ഒരാളുടെ സമ്പാദ്യമോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കുകയില്ല. നീ സ്വരുക്കൂട്ടിയിട്ടുള്ള നിന്റെ സമ്പത്ത്, നീ വളർത്തി വലുതാക്കിയ നിന്റെ സന്താനങ്ങൾ ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് വരുന്നവനല്ലാതെ. ആലോചിച്ചു നോക്കുക, നാം ധാരാളം വർഷങ്ങളായി സ്വരുക്കൂട്ടിയിട്ടുള്ള നമ്മുടെ സമ്പാദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകും, പരലോകത്ത് ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ നാം വളർത്തി വലുതാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനങ്ങളൊക്കെ ചെയ്യാൻ നാം വളർത്തി വലുതാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിൽ നമുക്ക് ഉപകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഉപകരിക്കും. ആരാണ് സലീം, അതല്ലെങ്കിൽ ആരാണ് സലീമായ ഹൃദയക്കുടമ?
മുജാഹിദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, സലീമുൻ മിനശ്ശിർക്ക്, ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്. അവനാണ് അവന്റെ സന്താനങ്ങളും സമ്പത്തും എല്ലാം ഉപകരിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതെ സഹോദരങ്ങളെ, ഷിർക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ സകല നിഅമത്തുകളും അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയ രീതി അതെല്ലാം നിഷ്ഫലമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെ ആരാധിക്കപ്പെടുന്നത്, ശിർക്ക് ചെയ്യപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം, എന്നാൽ ശിർക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഇദാ ശിർക്ക് ചെയ്ത ഒരു വ്യക്തി അവന്റെ ശാശ്വത ഗേഹം നരകമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം വർഷങ്ങളായി ഇബാദത്തുകൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അതെല്ലാം നിഷ്ഫലമായി പോകാൻ ഒരൊറ്റ കാര്യം മതി, ഒരൊറ്റ ശിർക്ക് മതി. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിഷ്ഫലമാകും. പരലോകത്തെത്തുമ്പോൾ ഈ അമലുകൾ, സൽക്കർമ്മങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു ഖുർആനിൽ. ശേഷം പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്കിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ, അവരെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിളിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവർ, തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തവർ, എല്ലാ ഖൈറാത്തുകളെ കുറിച്ചും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവർ, അവരെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്തിരുന്നുവെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ വെച്ച് നോക്കിയാൽ അമലുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഇരിക്കെ നമുക്ക് എങ്ങനെയാണ് ശിർക്കിൽ നിന്നും നിർഭയരാകാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് അത് ഈ ദീനിന്റെ അടിസ്ഥാനമാണ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം അത് പടുത്തുയർത്തപ്പെടുന്നത് 5 കാര്യങ്ങൾക്ക് മേലെയാണ്. ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ സാക്ഷ്യം വഹിക്കണം. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കണം. അതാണ് ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, പ്രധാനപ്പെട്ട ഒന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് നിരന്തരമായി കേൾക്കുന്നവരായിരിക്കും. എന്നാലും സഹോദരങ്ങളെ, അത് നാം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 10 വർഷം അതല്ലെങ്കിൽ 13 വർഷം മക്കയിൽ ദഅവത്ത് ചെയ്തതിനു ശേഷം മദീനയിലേക്ക് വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് താങ്കൾ പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 13 വർഷം മക്കയിലെ മുശ്രിക്കീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. എത്ര പഠിക്കാനുണ്ടാകും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം. മരണാവസാനം വരെ തൗഹീദിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം, നമ്മുടെ നഫ്സിനെ ഓർമ്മപ്പെടുത്തണം, മറ്റുള്ളവരോട് നാം കൽപ്പിക്കണം, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ള അടിസ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളതും ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആലോചിച്ചു നോക്കുക, ഇന്ന് എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവിടുന്ന്
അവകാശപ്പെട്ടിട്ടില്ലാത്ത, അതല്ലെങ്കിൽ അവിടത്തേക്ക് അർഹതയില്ലാത്ത പേരുകൾ, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടിട്ടുള്ള പേരുകൾ അവിടത്തേക്ക് വകവെച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും ഇത് അനുവദിച്ചിട്ടില്ല. അവിടുന്ന് അബ്ദുള്ളയാണ്, അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുന്നു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, നസാറാക്കൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതുപോലെ, അധികരിച്ച് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ പ്രശംസിക്കരുത്, എന്റെ വിഷയത്തിൽ അതിര് കവിയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബികളോട് കൽപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആരാധിക്കുന്നവരാണ് നസാറാക്കൾ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു കൽപ്പനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് കൊണ്ടുവന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കപ്പെടുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുക ഒരിക്കലും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ മസ്ലഹത്ത് മഫ്സദത്തുകൾ പരിഗണിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ എതിർക്കണം. നമ്മുടെ കുടുംബക്കാർ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദീനല്ല ഇത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ആബിദാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, ലാ യുഅബദ്, അവിടുന്ന് ആരാധിക്കപ്പെടുകയില്ല എന്ന് നാം പറഞ്ഞു കൊടുക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മാറാ രോഗങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അബ്ദുല്ലാഹി വ റസൂലുഹു. എന്താണ് റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസൂലുൻ ലാ യുകദ്ദബ് ബൽ യുതാഅ വ യുത്തബഅ. പണ്ഡിതന്മാർ പറയുകയാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ കളവാക്കപ്പെടുകയില്ല, അവിടുന്ന് റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സത്യപ്പെടുത്തണം. അതോടൊപ്പം അവിടുത്തെ പിൻപറ്റണം, അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, യഥാർത്ഥ സ്നേഹം അങ്ങനെ പ്രകടമാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിച്ച് അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ഇതാ അവിടുന്ന് ഒരു ഖൈറും വിട്ടുപോയിട്ടില്ല, അറിയിക്കാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ ഖൈറാത്തുകളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയിട്ടില്ലാത്ത ഒരു ഷർറുമില്ല, വിലക്കാത്ത ഒരു ഷർറും തന്നെയില്ല. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതൊരു കാര്യവും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഫഇന്നഹു മയ്യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഇതാ എനിക്ക് ശേഷം ജീവിക്കുന്നവർ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. ഇതാ ആ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും അതുപോലെ തന്നെ എന്റെ സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ശേഷം പറയുകയാണ്, പുത്തൻ ആചാരങ്ങൾ, ഈ ദീനിലില്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യുന്നവർ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ജാഗ്രതരായിരിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാലഹ്. കാരണം എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാണ്, ആ വഴികേട് നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക, എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബികൾക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഈ ദീനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു. പല ന്യായീകരണങ്ങൾ അതിന് കൊണ്ടുവരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംസാരങ്ങളിൽ നിന്നും അതിന് ന്യായീകരിച്ചുകൊണ്ട് തെളിവ് പിടിക്കുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ രീതിയല്ല ഇത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ട, അത് നന്മയല്ല എന്ന് നാം മനസ്സിലാക്കുന്നവരാണ്. കുല്ലു ബിദ്അത്തിൻ ളലാലഹ് വഇൻ റആഹ അന്നാസു ഹസനഹ്. എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്, ജനങ്ങളെല്ലാം അതിനെ നന്മയായി കണ്ടു കഴിഞ്ഞാലും അത് വഴികേടാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനഹ ഫഖദ് സഅമ അന്ന നബിയ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ദീനിൽ പുതുതായ ഒരു കാര്യം കൊണ്ടുവരികയും അത് നല്ലതാണെന്ന് വാദിക്കുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസാരമായ ഒന്നല്ല കൊണ്ടുവരുന്നത്, നേരെ മറിച്ച് അവൻ വാദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്.
എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ദാരിൽ ഹിജ്റ, ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന റസൂൽ, നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ആരാധനകൾ ചെയ്യുമ്പോൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അത് നന്മയായി കണക്കാക്കിയോ നീ വാദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്നാണ്. അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അവിടുന്ന് റിസാലത്ത് നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതത്തിൽ പകർത്തുക. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് പാടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുക. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഇതാ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സകല കാര്യങ്ങളും, നമ്മുടെ മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടുത്തെ ജീവിതം അത് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ സഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തമ മാതൃകയായിക്കൊണ്ട് സ്വീകരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചതുപോലെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്തുകൾ ചെയ്തതുപോലെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇബാദത്തുകൾക്ക് രണ്ട് ഷർത്തുകൾ, രണ്ട് നിബന്ധനകൾ പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ളതാണ്. ഒന്ന് ഇഖ്ലാസുൻ നിയ്യ, ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത് പറയുന്നതാണ് മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് കാണിച്ചു തന്നതുപോലെ ചെയ്യണം ഓരോ കർമ്മങ്ങളും. അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഏത് ഇബാദത്ത് ചെയ്താലും സഹോദര, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിഷ്ഫലമായി പോകും എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ സൃഷ്ടിച്ച, മരണത്തെയും ജീവിതത്തെയും എല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഐ അഖ്ലസുഹു വ അസ്വബുഹു. ഇദാ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നിന്റെ ഇബാദത്ത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ നീ ചെയ്യണം. ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകൾ കാണുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണിത്. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. എന്തിന് കബായിറുകളെക്കാൾ ഗുരുതരമായ കാര്യമാണ് ബിദ്അത്ത് എന്നുള്ളത്. സഹോദര, ആലോചിച്ച് നോക്കുക. നീ വ്യഭിചരിക്കുന്നതിനേക്കാൾ, നീ മോഷ്ടിക്കുന്നതിനേക്കാൾ, നീ ഒരാളെ അന്യായമായി വധിക്കുന്നതിനേക്കാൾ
മോശമാണ്, അതല്ലെങ്കിൽ ഗുരുതരമാണ് നീ ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്, നീ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. ആലോചിച്ച് നോക്കുക. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ഇത് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ എന്നുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകൾ കാണുമ്പോൾ അതിന്റെ ഗൗരവം അറിയുന്നവർ നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അവരുടെ ഉസ്താദ്മാരല്ലാതെ മറ്റൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ട് അവരോട് ഗുണകാംക്ഷയോടെ, നമ്മുടെ സമൂഹത്തോട് ഗുണകാംക്ഷയോടെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ക്ഷണിക്കുക. അതല്ലാതെ ഒരു സംഘടനയിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഒരാശയത്തിലേക്കോ അല്ല, നേരെ മറിച്ച് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് അതെങ്ങനെ സഹാബികൾ മനസ്സിലാക്കിയോ അതിലേക്ക് ജനങ്ങളെ വിളിക്കുക, ജനങ്ങളെ കൊണ്ടുവരിക, അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ജീവിതത്തിൽ കൊണ്ടുവന്ന് സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أمتنا على الإسلام والإيمان يا رب العالمين. يا حي يا قيوم برحمتك أستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين يا رب العالمين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم يا حي يا قيوم برحمتك أستغيث يا رب العالمين. اللهم إنا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك. اللهم اجعلنا من عبادك المتقين. اللهم اجعلنا من عبادك المخلصين. اللهم اجعلنا من عبادك التائبين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم عليك بالمشركين ومن عاونهم وناصرهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله الأمين وعلى آله وصحبه أجمعين.